നമസ്കാരം. ഞാനിപ്പോൾ വീണ്ടും തിരുമുക്ക് അടിപ്പാതയിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വിവാദമായ അശാസ്ത്രീയമായ അടിപ്പാത എന്ന് പരക്കെ പേരുകേട്ട എലിപ്പത്തായം, അങ്ങനെ നിരവധി പേരുകൾ ചാർത്തിക്കൊടുത്ത നമ്മുടെ തിരുമുക്കിൽ നിന്നും പരൂരിലേക്കുള്ള സംഗമസ്ഥാനത്ത് നിർമ്മിച്ചിരുന്ന അശാസ്ത്രീയമായ അടിപ്പാത കഴിഞ്ഞ 6 മാസത്തിലധികമായി നടത്തുവന്ന ബഹുജന പങ്കാളിത്തത്തോടെയും ചാത്തന്നൂരിലും പരവൂരുമുള്ള നിരവധി സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളുടെയും ഭാഗമായി ഇന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ രണ്ടാമത് ഒരു അടിപ്പാത കൂടി നിർമ്മിക്കാമെന്ന് ഉറപ്പ് നൽകുകയും അതിൻ്റെ വർക്കുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സന്തോഷത്തിലാണ് ഇവിടുത്തെ നാട്ടുകാരും സംഘടനകളും. ഇപ്പോൾ നിലവിൽ എൻ്റെ പുറകിൽ കാണുന്ന ആ അടിപ്പാതയുണ്ട്, അത് 7 മീറ്റർ വീതിയിലും 4 മീറ്റർ ഉയരത്തിലുമുള്ളതാണ്. അതുപോലെ ഒരെണ്ണം കൂടിയാണ് വരുന്നത്. അത് പൂർണ്ണമായി നമുക്ക് വളരെ പ്രയോജനകരമല്ല എങ്കിലും ഇവിടുത്തെ യാത്രാക്ലേശങ്ങൾ അത്യാവശ്യമായി പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എങ്കിലും വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു പാലം കൂടിയാണ് ഇവിടെ വരുന്നത്. ഈ സമരമുറകൾ ഇന്നിവിടെ അവസാനിക്കുകയാണ്. വിവിധ തരത്തിലുള്ള സമരങ്ങൾ ഇവിടെ പല സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. അതിൻ്റെ അവസാനം കുറിച്ചുകൊണ്ടുള്ള യോഗം ഇന്നിവിടെ നടക്കുന്നുണ്ട്. അതിനു മുന്നേ നമുക്ക് ഇതിൻ്റെ നാൾവഴികളിലൂടെ, ഈ സമരമുറകളുടെ നാൾവഴികളിലൂടെ ചെറുതായിട്ടൊന്ന് കടന്നുപോയിട്ട് ഉടനെ തിരിച്ചു വരാം. You are watching Jewel Junction Media. നമ്മുടെ ഇവിടുത്തെ അടിപ്പാത സമരത്തിൻ്റെ വിജയാഘാത പ്രകടനങ്ങൾ നടക്കുകയാണ്. പായസ വിതരണം, മുട്ടായി വിതരണം, ലഡു വിതരണം. അവസാനം ഇവിടെ ചെറിയ തോതിൽ കമ്പം കൊളുത്തി ഈ നമ്മുടെ ആഘോഷം പങ്കിടുകയാണ്. ജനങ്ങളുടെ സന്തോഷം കമ്പക്കെട്ടുകളായി ഇവിടെ പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ തിരുമുക്കിലെ ഐതിഹാസികമായ അടിപ്പാത സമരം വിജയം കണ്ടതിനെ തുടർന്ന് നവംബർ മാസം 29-ാം തീയതി സമര പരിപാടികൾക്ക് തിരശ്ശീല വീഴുകയാണ്. ഇതിലോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ 73 ദിവസമായി, അതിൽ 30 ദിവസം കഴിഞ്ഞ് 43 ദിവസമായി നമ്മളിവിടെ ഈ പ്രതിഷേധ ജ്വാല അല്ലെങ്കിൽ സമരാഗ്നി എന്ന പേരിൽ ഈ ജ്വാലയുടെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് നമ്മുടെ 4 സമിതിയുടെയും കൺവീനർമാർ
ചാത്തന്നൂർ വികസന സമിതി, പരവൂർ പ്രൊട്ടക്ഷൻ ഫോറം, പരവൂർക്കാർ കൂട്ടായ്മ, പരവൂർക്കാർ യുവജന കൂട്ടായ്മ എന്നിങ്ങനെ 4 സമിതിയുടെയും കൺവീനർമാർ ഇവിടെയുണ്ട്. അവർ 4 പേരുകൂടി ചേർന്ന് ഇന്നത്തെ ജ്വാല പ്രകാശിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും അതിനായി ക്ഷണിക്കുന്നു. സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഹ്ലാദം പങ്കിടുന്ന ഒരു ദിനമാണ്. ഒരിക്കലും നടക്കില്ല എന്ന് നാടൊന്നാകെ വിധിയെഴുതിയ ഒരു പുതിയ അടിപ്പാത സാധ്യമാക്കുവാൻ കഴിഞ്ഞ ഒരു സമരത്തിന്റെ ആഹ്ലാദത്തിലാണ് നാം ഇന്ന് ഓരോരുത്തരും. നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചവരുണ്ട്. ഒരു വിഭാഗം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ അധരവായാമം ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ പണമെല്ലാം മുടക്കിക്കൊണ്ട് ആ തിരുമുക്കിൽ പോയി സമരം ചെയ്യുന്നത്? ഇതാര് കാണുവാനാണ്? ഇതാര് കേൾക്കുവാനാണ്? അസാധ്യമായതാണ്, ഇത് നടക്കുന്ന കാര്യമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിഭാഗം ജനങ്ങളും ഇത് എഴുതിത്തള്ളിയപ്പോ പ്രതിജ്ഞാബദ്ധതയോടുകൂടി സധൈര്യം ഈ സമരത്തിന്റെ അവസാന ഘട്ടം വരെ ഞങ്ങൾ പൊരുതുമെന്ന ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളാരും ഇന്നലെ രാവിലെ ഈ ചാത്തൂരിലെ സമരമുഖങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ടവരോ പ്രത്യക്ഷപ്പെട്ടവരല്ല. നമ്മുടെ തുടക്കകാലം മുതൽ തന്നെ ഈ നാട്ടിൻ്റെ ഓരോ വിഷയങ്ങളും ഇടപെട്ടുകൊണ്ട് സമരം ചെയ്ത് നേടിയ സമര ചരിത്രമുള്ളവരാണ് ഇതിൻ്റെ സംഘാടകർ. ഞങ്ങൾ പരാജയപ്പെട്ട് പിന്മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി പലരും ഈ സമരത്തിൽ നിന്ന് മാറിപ്പോവാൻ നമ്മളെല്ലാം തന്നെ പ്രോത്സാഹിച്ച പോലും, അത്തരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച പോലും അതിൽ നിന്ന് പിന്മാറാതെ ഈ സമരത്തിന് വിജയം വരെയും കൊണ്ടെത്തിക്കുവാൻ വേണ്ടി ഈ സമര സമിതി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മോടൊപ്പം നിന്ന മുഴുവൻ ജനങ്ങൾക്കും, നമ്മോടൊപ്പം നിന്ന ഇവിടെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ആട്ടോറിക്ഷ സുഹൃത്തുക്കളും നമ്മുടെ നാട്ടിലുള്ള വ്യാപാരി സുഹൃത്തുക്കളും എല്ലാം തന്നെ ഈ സമരത്തിൻ്റെ ഉജ്ജ്വല വിജയത്തിൻ്റെ പിന്നണി പോരാളികളാണ്. അങ്ങനെ തുടങ്ങി എത്ര സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഇത്രയും ആളുകൾ ഈ സമരത്തെ തൊട്ടുപോയിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം ഇവിടെ നടത്തേണ്ടി വന്നത്? എല്ലാവർക്കും അറിയാം, തിരുമുക്കിലുണ്ടായ ഒരു അശാസ്ത്രീയ നിർമ്മിതിക്കെതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു. കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും ഭരണകൂടങ്ങൾക്ക് നോർത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നേരിട്ട് കണ്ടു, അവരുമായി സംസാരിച്ചു. അതിന്റെ നേതാക്കളുമായി നമ്മൾ ഈ വിഷയങ്ങളെ കൂടുതൽ ഗൗരവത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സഹായം, ഭരണത്തിലും പ്രതിപക്ഷത്തും ഒക്കെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ ജനപ്രതിനിധികളുടെ സഹായം, പങ്കാളിത്തം, ഇടപെടൽ, നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെയും സഹായം, ഇടപെടൽ, പങ്കാളിത്തം, ഇങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും കിട്ടിയിട്ടുള്ള കൂട്ടായ ഒരു സമരത്തിന്റെ തീയിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വിജയത്തിലേക്ക് അടുത്തിട്ടുള്ളത്. നമ്മുടെ രാഷ്ട്രപതി കേരളത്തിൽ വന്നപ്പോ ശിവഗിരി മഠത്തിന്റെ ഒരു സാന്നിധ്യവും ഇടപെടലും പങ്കാളിത്തവും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. സ്വാമിമാരിവിടെ വന്നു, ഇത് കണ്ടു, ഈ സമരത്തിന്റെ ഭാഗമായി ഈ അടിപ്പാറ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. നമ്മൾ കൊടുത്ത നിവേദനം ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് ശിവഗിരി മഠം സ്വാമികൾ കൈമാറി. 72 ദിവസവും നമുക്ക് വേണ്ടി പ്രത്യേകമായ സ്പേസ് പ്രൊവൈഡ് ചെയ്ത് പത്രമാധ്യമങ്ങൾ നമ്മളെ സമരത്തെ ഉജ്ജ്വലമാക്കിയിട്ടുണ്ട്, പ്രോജ്വലമാക്കിയിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളെയും ഏറ്റവും കൃത്യമായി രേഖപ്പെടുത്തി അത് ജനങ്ങളിലെത്തിക്കാൻ പത്രമാധ്യമങ്ങൾ നമ്മളോട് കാണിച്ച ഒരു വലിയ സമീപനം എത്ര പ്രകീർത്തിച്ചാലും എത്ര നന്ദി പറഞ്ഞാലും നമുക്കത് തീരില്ല. ഇച്ഛാശക്തിയോടുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരു ഭരണാധികാരിക്കും ആ ആവശ്യം സാധിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഒരു നാഷണൽ ഹൈവേ അതോറിറ്റിക്കും ആ ആവശ്യങ്ങളെ
പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല എന്നതിന്റെ ഉത്തമമായ തെളിവാണ്, മാതൃകയാണ് നമ്മുടെ തിരുമുക്കിൽ നമ്മൾ നടത്തിയ അടിപ്പാതയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സമരം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നില്ല. എന്തായാലും ഇന്ന് ഈ സമര ആഗ്ലാറ സരസിൽ, വിജയാഗ്ലാറ സരസിൽ നമ്മൾ വിളിക്കാതെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ പങ്കെടുത്തിട്ടുണ്ട്. ഡിസംബർ 2-ാം തീയതി യഥാർത്ഥത്തിൽ ഒരു വലിയ യോഗം നമ്മൾ ചാത്തന്നൂരിൽ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ കഴിഞ്ഞ 73 ദിവസവും ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സംഘടനകളെയും വ്യക്തികളെയും വിളിക്കുകയും അവർക്ക് ഒരു സ്നേഹ ഉപകാരം നൽകിക്കൊണ്ട് ഈ സമരത്തിന്റെ ഒരു ഓർമ്മ എന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തക്ക തരത്തിലുള്ള ഒരു സ്നേഹോപകാരം നൽകാനും അവിടെ ഒരു യോഗം, വലിയ വിശദമായ ഒരു യോഗം നടത്താനും നമ്മൾ ആലോചിക്കുന്നു. വരും തലമുറയുടെ യാത്രാമാർഗങ്ങൾക്ക്, വരും തലമുറയുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക്, വരും തലമുറയുടെ സർക്കാർ ഓഫീസുകളിൽ പോകേണ്ട ആവശ്യങ്ങൾക്ക്, വരും തലമുറയുടെ ചികിത്സാ ആവശ്യങ്ങൾക്ക്, അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരവധി ആവശ്യങ്ങൾക്ക് അതിവേഗം യാത്ര ചെയ്യാൻ പരവൂര് വന്ന് ചാത്തന്നൂർ എത്തണമെങ്കിൽ അങ്ങ് മൈലക്കാട് വരെ പോയി വളഞ്ഞ് തിരിഞ്ഞ് എത്തണമെന്നുള്ളൊരു രൂപത്തിൽ ഇവിടുത്തെ ഗതാഗത സംവിധാനം മാറി വരുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അത് പാടില്ല. പരവൂരും ചാത്തന്നൂരും ഈ അതിവേഗ പാത വന്നതിന് ശേഷം അതിലൂടെ എത്ര വേഗത്തിൽ ആളുകൾ സഞ്ചരിച്ചാലും നമുക്ക് സന്തോഷം തന്നെ. മറിച്ച് ചാത്തന്നൂരും പരവൂരുമുള്ള സർവീസ് റോഡിന്, ഈ നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിന് ഇരുവശവുമുള്ള യാത്രക്കാരുടെ, താമസക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു കൃത്യമായ സംവിധാനം ഉണ്ടാകണമെങ്കിൽ ഒരു അടിപ്പാത കൂടെ വന്നേ പറ്റൂ. അല്ലെങ്കിൽ ഇത് പൊളിച്ചു മാറ്റിക്കൊണ്ടൊരു വലിയ അടിപ്പാത വന്നേ പറ്റൂ. ഈ 2 ഓപ്ഷനുകളാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അധികാരികളുമായി. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പിന്തുണച്ചുകൊണ്ട്, ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പിന്തുണച്ചുകൊണ്ട്, ഈ നാട്ടിലെ മുഴുവൻ ബഹുജന സംഘടനകളും പിന്തുണച്ചുകൊണ്ട്, ഈ നാട്ടിലെ ആബാലവൃത്തം ജനങ്ങളും പിന്തുണച്ചുകൊണ്ട് ഈ സമരത്തിൽ നിന്നും, ഈ സമരം ഉയർത്തിപ്പിടിച്ച വിഷയത്തിൽ നിന്നും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പിന്മാറാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവരുടെ ചെവി തുറന്നു വെച്ച് നമ്മുടെ ശബ്ദങ്ങൾ കേൾക്കേണ്ടി വന്നു. അവരുടെ കണ്ണ് തുറന്നു വെച്ച് ഇവിടുത്തെ കാഴ്ചകൾ കാണേണ്ടി വന്നു. ഇവിടെ തിരിയുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് മനസ്സിലാക്കേണ്ടി വന്നു. അങ്ങനെ നിരന്തരമായിട്ടുള്ള സമരത്തിനൊടുവിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് പ്രപ്പോസൽ തയ്യാറാക്കി ഡൽഹി ഓഫീസിലേക്ക് അയക്കുകയും അവിടെ നിന്ന് അതിന് അംഗീകാരം കൊടുത്തുകൊണ്ട് ഇവിടെ പണി ആരംഭിക്കുകയുമാണ് ഉണ്ടായത്. അവർ പണി ആരംഭിച്ചു, ഞങ്ങൾ സമരം നിർത്തുകയാണ്. വലിയ സന്തോഷത്തോടുകൂടി ഈ സമരത്തിന് മുന്നോട്ട് വെച്ച വിഷയം പരിഹരിച്ചു എന്നുള്ള സന്തോഷത്തോടുകൂടി തിരുമുക്കടിപ്പാത സമരസമിതി ഈ സമരം 73-ാം ദിവസമായിട്ടുള്ള ഇന്ന് ഇവിടെ ഈ സമരം അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ സമരത്തിന്റെ വിജയം വിളംബരം ചെയ്യുന്ന 2 പൊതുയോഗങ്ങൾ കൂടി ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഈ വരുന്ന 2-ാം തീയതി ചാത്തന്നൂർ ജംഗ്ഷനിലും 4-ാം തീയതി പരൂർ ജംഗ്ഷനിലും 2 വിളംബര പൊതുയോഗങ്ങൾ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിലുള്ള ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. വളരെയേറെ സന്തോഷപ്രദകരമായ നിമിഷങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നത്. ഞാൻ തമാശക്കെങ്കിലും വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാധാരണ നമ്മുടെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്ത് ഈ ക്ലാസ് അവസാന ദിവസം ഒരു വല്ലാത്ത ഫീലിങ്സാണ് നമുക്ക്. മാസങ്ങളായി 73 ദിവസങ്ങളായി നമ്മളിവിടെ പലരെയും കണ്ട്, പലരെയും വളരെ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്ക് പ്രിയപ്പെട്ട മിത്രങ്ങളായി കിട്ടി. ഒരു സഹോദരി സ്നേഹത്തോടു കൂടി ഉള്ള ഒത്തിരി ബന്ധങ്ങൾ ഇവിടെ ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞു. നമ്മളൊക്കെ സ്വപ്നത്തിലുണ്ടായിരുന്ന പോലെ തന്നെ നമുക്ക് എങ്കിലും ഏറെക്കുറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഇപ്പോഴും ചില വാക്കുകളും ചില വിമർശനങ്ങളും ഒക്കെ നമ്മളൊക്കെ കേൾക്കുന്നുണ്ടാവും. അതൊന്നും നമ്മൾ മുഖവിലക്കെടുക്കുന്നില്ല. കാരണം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾക്ക് ഇവിടെ അവസരമുണ്ട്, സാധ്യതയുണ്ടെന്ന് തെളിയിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. പരവൂരിലെ കൂട്ടായ്മകളും ചാത്തന്നൂർ വികസന സമിതിയും ഒരുമിച്ച് നിന്നപ്പോൾ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഇവിടെ സന്തോഷകരമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ നമ്മൾ മധുരപലഹാരങ്ങളും പായസവും ലഡുവും ഒക്കെ വിതരണം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളി ലഡു വിതരണം ചെയ്തു. എല്ലാവരും കൂടെ ചേർന്ന് പായസം വിതരണം ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ, തുടക്കം മുതൽ ഇതുവരെയും കുടിക്കുന്നതിനുള്ള വെള്ളമായാലും ചായ ആയാലും കാപ്പിയായാലും ബിസ്ക്കറ്റ്, പലഹാരങ്ങൾ, പഴവർഗ്ഗങ്ങൾ ഒക്കെ തന്നെ ഇവിടെ വളരെ ഒരു നാടിൻ്റെ ആവശ്യമാണെന്നുള്ള ആവേശത്തോടു കൂടി എല്ലാവരും ഇത് 2 കൈയിൽ സ്വീകരിച്ചു ഹൃദയത്തിൽ ഏറ്റെടുത്തപ്പോൾ നമ്മുടെയൊക്കെ സ്വപ്നം സബലീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി വരുന്ന ഈ ഓരികളികളൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മൾ
വിജയപഥത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ മംഗള മുഹൂർത്തത്തിൽ സാക്ഷ്യപ്പെടുവാൻ എനിക്ക് കൂടി അവസരം ലഭിച്ചതിനും ഒക്കെ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി കാണുന്നതിന് വേണ്ടി സാധിച്ചതിനും ഈ ഒരു എന്താ പറയുക വലിയൊരു സംഭാവന ചരിത്രത്തിൽ എഴുതപ്പെടുന്ന തങ്കലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ഈ ചരിത്ര മുഹൂർത്തത്തിൽ എനിക്കും എൻ്റെ നാട്ടുകാർക്കും പരവൂർക്കാർക്കും ചാത്തന്നൂർക്കാർക്കും ദേശവാസികൾക്കെല്ലാം ഒരിക്കൽ കൂടി ഞാൻ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. നന്ദി, നമസ്കാരം. ഈ സമരത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഞാനിവിടെ പങ്കെടുക്കാറുണ്ട്. പക്ഷേ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച എല്ലാ ദിവസവും വരാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിത് കണ്ടപ്പോൾ ഞാൻ വരാൻ പറ്റിയത്. തുടക്കം മുതൽ ഈ സമരത്തെ ഞാൻ പങ്കാളിയാണ്. ഇവിടെ രാജശേഖരൻ ഒരു കാര്യം പറഞ്ഞു. നമുക്കൊരു പുസ്തക രൂപത്തിൽ 73 ദിവസത്തെ അല്ലെങ്കിൽ ഈ തുടങ്ങിയ കാലം പോലുള്ള ഒരു ചരിത്രം അത് ഞങ്ങൾ എഴുതി തരാം എന്ന് പറഞ്ഞു. ഞാനൊരു പ്രസാധകനാണ്. സങ്കീർത്തനം പബ്ലിക്കേഷൻസ് എന്നാണ് എൻ്റെ പ്രസാധനത്തിൻ്റെ പേര്. നിസാറും ഈ സുധീന്ദ്രബാബു, എഴുത്തുകാരനായ സുധീന്ദ്രബാബു സാർ ഉൾപ്പെടെ ഇത് എല്ലാം ഒന്ന് ചെയ്തു തന്നാൽ, ലേഔട്ടും നമ്മൾ DTP എല്ലാം ചെയ്തു തന്നാൽ ആവശ്യമുള്ള കോപ്പികൾ, ഇവർ പറയുന്ന കോപ്പികൾ, അത് 300 ആവട്ടെ 500 ആവട്ടെ എത്രയായി കിട്ടും, നിശ്ചിത സമയത്തിനുള്ളിൽ അത് എൻ്റെ ചെലവിൽ തന്നെ ഞാൻ അച്ചടിച്ച് ഇതിൻ്റെ ഓഫീസിൽ എത്തിക്കാം എന്നൊരു വാഗ്ദാനം. പക്ഷേ ഈ ഒരു സമരം ചെയ്യാനുള്ള ഈ ആളുകളുടെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും കാണിച്ച ആത്മാർത്ഥത വളരെ പ്രശംസനീയമാണ്. അത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഞങ്ങൾ ആദ്യം ഇവിടുത്തെ കടകൾ അടച്ചുകൊണ്ടാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും അടുത്ത ഒരു 50 വർഷത്തേക്കുള്ള ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ കിട്ടിയ സൗഭാഗ്യം, നമുക്ക് കിട്ടിയ സമരം ചെയ്ത് നേടിയ ഈ സൗഭാഗ്യത്തിന് ഇതിന് പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഉണ്ടായ ഇച്ഛാശക്തിയെ പ്രശംസിച്ചുകൊണ്ടും കേരള വ്യാപാരി വ്യവസായിയുടെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രദേശത്തോടുള്ള നമ്മുടെ സ്നേഹവും നമ്മുടെ ഉത്തരവാദിത്വവും തന്നെയാണ്. ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ഇവിടെ ഇന്നുവരെ ഈ സമരം തുടങ്ങി അന്നു മുതൽ ഇന്ന് വരെ ഇവിടെ കൂടിയ മുഴുവൻ ആൾക്കാർക്കും, മുഴുവൻ നമ്മുടെ ദേശസ്നേഹികളോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ സമരം ഒരു പ്രത്യേക ശൈലിയിലുള്ളതായിരുന്നു. ഞാനത് പറയാൻ കാരണം ഗാന്ധിയൻ സിദ്ധാന്തത്തിന് അനുസൃതമായിട്ട് അതേപോലെ തന്നെ വളരെ സമാധാനപൂർവമായിട്ടുള്ള സത്യാഗ്രഹ സമര പരിപാടി ആയിട്ടാണ് ഇവിടെ നമ്മൾ അടിപ്പാത ശാസ്ത്രീയമായിട്ട് പരിഷ്കരിച്ച് നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരവുമായി മുന്നോട്ട് പോയത്. ഈ 73 ദിവസമായി നടന്നു വന്ന ഈ സമരം ഒരു ചരിത്ര സംഭവമാണ്. നമ്മളുടെ നാട്ടിലെ വരും തലമുറ തീർച്ചയായും ഇതിൽ പങ്കെടുത്ത ഓരോ സംഘടനയും ഓരോ വ്യക്തികളെയും കൃത്യമായി അവർ സ്മരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മുടെ തിരുമുക്കിലെ അടിപ്പാത സമര വിജയത്തിൽ പങ്കാളികളായ എന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടും കേട്ടിരിക്കുന്ന ഓട്ടോറിക്ഷ, ഇവിടുത്തെ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സുഹൃത്തുക്കളാണ് ഇനി നമ്മളോടൊപ്പം ചേരുന്നത്. അവരുടെ അഭിപ്രായം കൂടെ കേൾക്കാം. നമ്മുടെ ചാത്തന്നൂർ തിരുമുക്കിൽ അടിപ്പാത നിർമ്മാണത്തിന് വേണ്ടി സെപ്റ്റംബർ മാസം 17-ാം തീയതി ആരംഭിച്ച ഈ നിരാഹാര സത്യാഗ്രഹം ഇന്ന് 73-ാം ദിവസം കടന്നിരിക്കുകയാണ്. 41 മണ്ഡലകാലം എന്ന് പറയുന്ന 41 ദിവസം എന്ന് പറയുമ്പോൾ ആ ദിവസം നമുക്ക് അതിൻ്റെ ഒരു തീരുമാനമുണ്ടായി. ഈ തിരുമുക്കി പുതിയ അടിപ്പാത തുടങ്ങാനുള്ള തീരുമാനം സർക്കാരിൽ നിന്ന് നമുക്കൊരു നടപടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും പൈസ വിതരണവും ലഡുവുമായി എല്ലാം കൊടുത്ത് സന്തോഷകരമായ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു സമരപരിപാടി ഈ പാലം തുടങ്ങിയത് കൊണ്ട് നമ്മൾ സമരപരിപാടി ഇന്ന് നിർത്തുകയാണ്.
എപ്പോഴും വിമർശനങ്ങളും പരിഹാസങ്ങളും തന്നെയാണ് സമരജ്വാലകൾ കത്തിപ്പടരാൻ ആവേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമരമുറയെ വിമർശിച്ച് മാറി നിന്നവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ സമരമുറകളെല്ലാം തന്നെ യഥാസമയം ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള സമരങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ്. നമ്മുടെ വീഡിയോ കാണുകയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ തന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. തുടർന്നും ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ജുവൽ ജംഗ്ഷൻ മീഡിയ. 100 വർഷം 200 വർഷം നിലനിൽക്കുന്ന ഈ അടിപ്പാത ഈ തലമുറയ്ക്കും ഇതിൻ്റെ അടുത്ത തലമുറയ്ക്കും അതിൻ്റെ അടുത്ത തലമുറയ്ക്കും അവരുടെ വരും തലമുറകൾക്കും കൊച്ചുമക്കൾക്കും വരെ സഞ്ചാര സ്വാതന്ത്ര്യം നിരോധിച്ചുകൊണ്ടുള്ള ഒരു വഴിമുടക്കിയായി ഇവിടെ നിൽക്കും എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു.